ഇതാണ് മെനലൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ട്രൈ ഡെമോ ഫോർ 5 days വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷോപ്പിന് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് 5യുടെ ഡെമോ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് യൂസിങ് ആപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കാറ്റഗറീസ് വരുന്നുണ്ട്, ഓർഡേഴ്സ് വരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്, സെറ്റിങ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഫസ്റ്റ് കാറ്റഗറീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് കൊടുക്കുക, കാറ്റഗറി കൊടുക്കുക. നമുക്കിവിടെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാറ്റഗറി ആഡ് ആയിട്ടുണ്ട്. ഇവിടെ കാറ്റഗറി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റംസ് എടുക്കുക, ആഡ് കൊടുക്കുക, ഐറ്റത്തിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് AI ജനറേറ്റും വരുന്നുണ്ട്. ജസ്റ്റ് AI ജനറേറ്റ് കൊടുക്കുക. ആഡ് ഐറ്റം കൊടുക്കുക. അപ്പം നമ്മുടെ ഐറ്റം ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഐറ്റംസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എഡിറ്റ് ചെയ്ത് കൊടുത്ത് സേവ് ചേഞ്ചസ് കൊടുത്താൽ മതി. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ മെനു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെനു കാർഡിലെ ഐറ്റംസും റേറ്റും അതുപോലെ തന്നെ ഇമേജസും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ഓർഡർ നോക്കാം. ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ജസ്റ്റ് കാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കസ്റ്റമറുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടേബിൾ നമ്പർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും റിമാർക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ റിമാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ജസ്റ്റ് സേവ് കൊടുക്കുക. പ്രിന്റ് റെസിപ്റ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ ഓർഡറിൻ്റെ പ്രിന്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ നമുക്കിവിടെ റിപ്പോർട്ട് എടുത്തിട്ട് ഓർഡേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. പെൻഡിങ് ഓർഡേഴ്സ്. സേവ് ഓർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സേവ് കൊടുക്കുക. അതുപോലെ നമുക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാനും റീപ്രിന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് സെയിൽസ് നോക്കാം. ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കുക. കാർട്ടിലേക്ക് പോവുക. കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കിവിടെ പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് വരുന്നുണ്ട്. ക്യാഷ്, കാർഡ്, UPI, സ്പ്ലിറ്റ് പേയ്മെൻറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് മെത്തേഡ്. എന്നിട്ട് ജസ്റ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാഷ് ഇപ്പോൾ 50 ആണെങ്കിൽ ജസ്റ്റ് 50 കൊടുക്കുകയാണെങ്കിൽ ബാക്കി എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. സേവ് കൊടുക്കുക. പ്രിന്റ് റെസിപ്റ്റ് കൊടുക്കുക. ഇതായിരിക്കും സെയിലിൻ്റെ പ്രിന്റ് വരുന്നത്. നെക്സ്റ്റ് റിപ്പോർട്ടിലേക്ക് പോവുക. ഇവിടെ നമുക്ക് സെയിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽ റിപ്പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെയിൽസും PDF ആയിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കതുപോലെ തന്നെ ഡേ വൈസ് റിപ്പോർട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
നെക്സ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കമ്പനി ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ ലാംഗ്വേജ് വരുന്നുണ്ട്. ഇത്രയും ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് യൂട്ടിലിറ്റി എടുക്കുക. ഇവിടെയാണ് നമ്മുടെ പേപ്പർ വിഡ്ത്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് പേപ്പർ വിഡ്ത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആപ്പിൻ്റെ തീം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. താങ്ക് യു.